ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പെഡിക്യൂറുമായിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പാർലറിലൊന്നും പോയി ചെയ്യാൻ പറ്റാത്തവർക്കും അതുപോലെ അങ്ങനെ പോകാൻ ഇഷ്ടപ്പെടാത്തവർക്കും വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു പെഡിക്യൂറാണ് കേട്ടോ. ഏതെങ്കിലും ഒരു സൈഡിൽ കൂടെ വെയിൽ പോയാൽ തന്നെ എൻ്റെ കാലിലും കയ്യിലൊക്കെ നല്ലോണം ടാൻ അടിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നല്ലോണം കറുത്ത് കരിവാളിച്ചായിരുന്നു എൻ്റെ കാലുണ്ടായിരുന്നത്. ഇത്രയും മാറ്റം വരാൻ കാരണം ഞാൻ ഈ പെഡിക്യൂർ ചെയ്തതുകൊണ്ട് തന്നെയാണ്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കാലിൽ നെയിൽ പോളിഷോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് കളഞ്ഞെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ നെയിൽ പോളിഷ് ഒക്കെ ഓൾറെഡി കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ചൂടുവെള്ളം വേണം. അപ്പോൾ ചൂടുവെള്ളം എന്ന് പറഞ്ഞാൽ നല്ല ചൂടുവെള്ളമല്ല, നമ്മുടെ കാല് മുക്കി വെക്കാൻ പാകത്തിന് ചെറിയ ചൂടുവെള്ളം എടുക്കുക. അതിലേക്ക് നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ഷാമ്പു, ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് സൺസിൽക്കിൻ്റെ ഷാമ്പു ആണ് കേട്ടോ. അപ്പോൾ ഏതെങ്കിലും ഒരു ഷാമ്പു മുഴുവനായിട്ട് ചേർക്കുക. ഷാമ്പു ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തായിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു പകുതി ലെമൺ ജ്യൂസാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ, ഒരു നാരങ്ങയുടെ പകുതി. അപ്പോൾ അതും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വെള്ളം ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇത് കൂടാതെ നമുക്ക് 1-2 സാധനങ്ങളും കൂടി വേണം. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് ഞാനൊന്ന് കാണിച്ചു തരാവേ. ഒരു സ്ക്രബും എടുത്തിട്ടുണ്ട്, ഒരു പാക്കും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. ഇനി നമ്മൾ ഈ ഒരു വെള്ളത്തിലേക്ക് നമ്മുടെ കാലുകൾ രണ്ടും ഇറക്കി വെക്കുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ നമുക്ക് ഐശ്വര്യമായിട്ട് തന്നെ നമ്മുടെ കാലുകൾ രണ്ടും ഈ ഒരു ബക്കറ്റിലേക്ക് ഇറക്കി വെക്കാം കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ കാലുകൾ രണ്ടും ഇതിനകത്തേക്ക് ഇറക്കി വെക്കാം കേട്ടോ. കാല് രണ്ടും നന്നായിട്ട് മുങ്ങിയിരിക്കുന്ന രീതിയിൽ വേണം നമ്മൾ വെള്ളം എടുക്കാനായിട്ട്. ഈ ചൂടുവെള്ളത്തിലേക്ക് നമ്മൾ കാലിങ്ങനെ ഇറക്കി വെക്കുന്നുണ്ട്. ഇനി കുറച്ച് സമയം നമ്മൾ ഒരു 10-15 മിനിറ്റ് നമ്മളിങ്ങനെ കാലിനകത്തേക്ക് കുതിർത്ത് വെക്കണം. നമ്മുടെ കാലിലെ അഴുക്കുകളും അതുപോലെ ചെളിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ട് ചൂടുവെള്ളവും ഷാമ്പുവും സഹായിക്കും. അതുപോലെ നമ്മുടെ നാരങ്ങ നീരെന്ന് പറയുന്നത് കാലിലെ കറുത്ത പാടുകളൊക്കെ മാറ്റി തരാനായിട്ട് സഹായിക്കും. പിന്നെ നമ്മൾ ബേക്കിംഗ് സോഡയാണ് യൂസ് ചെയ്യുന്നത്. അത് ഒരു ആന്റി ബാക്ടീരിയൽ ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പം ഇതെല്ലാം കൂടി ചേർന്ന് നമ്മുടെ കാലിനെ സുന്ദരമാക്കാനും ഒക്കെ സഹായിക്കുന്നുണ്ട് ഈ ഒരു പെഡിക്യൂർ. 10 മിനിറ്റ് വെയിറ്റ് ചെയ്യണമല്ലോ, അപ്പം നമുക്കൊരു മാങ്ങാപ്പഴം തിന്നുകൊണ്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. നല്ല മധുരമുണ്ട്. ഇപ്പൊ ഏകദേശം ഒരു 10 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, അപ്പൊ ഞാൻ നെയിൽ പോളിഷ് കളഞ്ഞിട്ട് അതിന്റെ ആട്ടോ ഈ സൈഡിലൊക്കെ കാണുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു കാലിലെ അഴുക്കൊക്കെ ഇപ്പൊ നന്നായിട്ട് ഇളകിയിട്ടുണ്ടാവും. നമ്മൾ ചെറിയൊരു ബ്രഷ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് നമ്മുടെ കാല്, മറ്റേ പല്ല് തേക്കുന്ന പോലത്തെ ബ്രഷ് ആണെങ്കിലും മതി, പക്ഷെ ഞാനിവിടെ അല്ലാത്തൊരു ബ്രഷ് ആട്ടോ എടുത്തേക്കുന്നത്. ഇതിട്ടിട്ട് നമ്മുടെ കാലിന് നഖമൊക്കെ ഒന്ന് വൃത്തിയാക്കി കൊടുക്കുക. ഇപ്പൊ നമ്മുടെ 2 കാലിന്റെയും നഖമൊക്കെ ഒന്ന് വൃത്തിയാക്കി കൊടുക്കുന്നുണ്ട്. ഒരു നഖം വെട്ടി എടുത്തിട്ട് നല്ലോണം നമ്മുടെ കാലിലുണ്ടാവുന്ന അഴുക്കുകളൊക്കെ ഒന്ന് കളഞ്ഞു കൊടുക്കുക കേട്ടോ. നഖത്തിലൊക്കെയുള്ള അഴുക്കുകളൊക്കെ ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഇപ്പൊ നമ്മൾ ചൂടുവെള്ളത്തിലാണല്ലോ മുക്കിയത്, അതുകൊണ്ട് നല്ലോണം അതൊക്കെ വേഗം തന്നെ ഇളകി വരും. അപ്പൊ നമ്മുടെ കാലൊന്ന് വൃത്തിയാക്കുകയാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നഖമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക, നഖത്തിന് ഉൾവശമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക. ഇപ്പൊ നമ്മുടെ കാലിന്റെ ചെടിയൊക്കെ നന്നായിട്ട് ഇളകി പോയിട്ടുണ്ട്, കണ്ടില്ലേ? നഖമൊക്കെ നല്ല ക്ലീൻ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ ഒരു ബ്രഷ് എടുക്കുക. ഒരു ഹാർഡ് ആയിട്ടുള്ള ബ്രഷ് ഒന്നും എടുക്കണ്ട, അല്ലെങ്കിൽ ചകിരിയോ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് നന്നായിട്ട് നമ്മുടെ കാലൊന്ന് ഇതുപോലെ ഒന്ന് വൃത്തിയാക്കി കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ പല്ല് തേക്കുന്ന ബ്രഷ് ആണെങ്കിലും മതി. നല്ലോണം കാലൊന്ന് ഉരച്ച് വൃത്തിയാക്കി കൊടുക്കുക. കാലൊന്ന് നന്നായിട്ട് തുടച്ചെടുക്കുന്നുണ്ട്. 2 കാലം നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ അടുത്ത ആയുധം എടുക്കാൻ പോവാണ്. വേറെ ഒന്നല്ല, നാരങ്ങയും ഉപ്പും കൂടിയാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത്, ഇപ്പൊ ഈ നാരങ്ങ എടുത്തതിന് ശേഷം ഈ ഒരു മുറി നാരങ്ങ നമ്മൾ എടുക്കുക കേട്ടോ. എന്നിട്ട് ഈ ഒരു ഉപ്പിൽ മുക്കിയിട്ട് ഈ ഒരു മുറി നാരങ്ങ എടുത്തിട്ട് നമ്മൾ ഉപ്പിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് നമ്മുടെ കാലിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക കേട്ടോ. നമ്മുടെ
എല്ലാ വിരലുകളിലും അതുപോലെ തന്നെ കാലിലും നന്നായിട്ട് ഈ ഉപ്പിൽ മുക്കിയിട്ട് തേച്ച് പിടിപ്പിക്കണേ. അപ്പോൾ ഈ ഒരു നാരങ്ങ നമ്മൾ ഉപ്പിലും ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ നന്നായിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 2 കാലിലും തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് കുറച്ച് സമയം ഒന്ന് പിടിക്കട്ടെ. അതുവരെ നമുക്ക് ഒന്നുകൂടി ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം 10 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഒന്നും കൂടി ഇത് കൈ കൊണ്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. നല്ലോണം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കൈ കൊണ്ട്. നല്ലോണം കൈ കൊണ്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്, നമ്മൾ വീണ്ടും നമ്മുടെ കാലൊന്നും കൂടി ഇറക്കി വെക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് കഴുകി എടുക്കും. വീണ്ടും നമ്മുടെ കാല് പുറത്തേക്ക് ഒന്നുകൂടി ഒന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട്. വീണ്ടും കാലൊക്കെ നന്നായിട്ട് തുടച്ചതിന് ശേഷം നമ്മൾ കാപ്പിപ്പൊടിയും അതുപോലെ തന്നെ തേനും നാരങ്ങ നീരും കൂടി ചേർന്നിട്ടുള്ള ഒരു പാക്ക് ആക്കിയിട്ട് കാലിലിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. പാക്കൊക്കെ തുടച്ച് കഴിഞ്ഞ് നല്ല വൃത്തിയാക്കി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ കാലിൽ തന്നെ നഖമൊക്കെ നല്ല ക്ലീൻ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ കാലിൽ നല്ലൊരു മാറ്റം കാണുന്നുണ്ട് കേട്ടോ. ഈ ഒരു ടാനൊക്കെ ഒരു റിമൂവ് ആയതുപോലെ നമുക്ക് ഇപ്പം എൻ്റെ കാലിൻ്റെ ഫൈനൽ ലുക്ക് ചെയ്താൽ കേട്ടോ നല്ല അടിപൊളി ആയിട്ടില്ലേ. നന്നായിട്ട് ടാനൊക്കെ റിമൂവ് ആയി, ചെളിയൊക്കെ പോയി, നല്ല ഫ്രഷ് ആയ പോലെ ഉണ്ടല്ലേ. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്കും ഇൻസ്റ്റൻ്റ് ആയിട്ട് റിസൾട്ട് കിട്ടും. നിങ്ങൾ വീട്ടിലൊന്ന് ചെയ്ത് നോക്കിക്കോ, ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടും. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. അപ്പോൾ ടാറ്റാ, ബൈ, സീ യു.